ഹലോ, മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻസ് ഉണ്ട് നിങ്ങൾക്കറിയാലോ. ഡെയിലി കുട്ടികൾക്ക് 2 മുട്ടയെങ്കിലും കൊടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. എന്നാൽ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര മടിയും. കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ അതിൻ്റെ മുട്ടയുടെ കാമ്പൊക്കെ നീക്കി വെച്ചിട്ട് അതിൻ്റെ വെള്ള മാത്രം കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് മുന്നിൽ ഇത് വെച്ച് കൊടുത്താൽ അവർ പെട്ടെന്ന് എടുത്ത് കഴിച്ചു കൊടുത്താൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മുട്ട സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും, അത് ഉറപ്പാണ്. കാരണം ഈ ഒരു മുട്ട ബോയിൽ ചെയ്ത് എടുത്തതിന് ശേഷം ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ബോയിൽ ചെയ്തിട്ടുള്ള തൊലി കളഞ്ഞ മുട്ട ഒന്ന് ജസ്റ്റ് അതിലിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ മുട്ടയിലേക്കായിട്ട് ഈ ഒരു പിങ്കിഷ് കളറിലൊരു മുട്ടയായിട്ട് മാറും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ മഞ്ഞക്കുരു ഒന്ന് നീക്കി വെക്കാം കേട്ടോ. മഞ്ഞക്കുരു നീക്കി വെച്ചത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അതിനോട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഉപ്പ്, വിനീഗർ, അതുപോലെ തന്നെ നമ്മുടെ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മഞ്ഞക്കുരുവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ആ ഒരു 2 കട്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഭാഗമില്ലേ അതിലേക്ക് നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസില്ല കേട്ടോ ഇത് ഉണ്ടാവാൻ. ഇനിയിപ്പോൾ നമുക്കിത് ഇതിന് മേലെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു എഗ് സ്നാക്സ് റെഡിയായി. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.